നമസ്കാരം. ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ഗൂഢാലോചന ചില മത തീവ്രവാദ സംഘടനകൾ നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ടുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവുമൊക്കെ ഈ മത തീവ്രവാദികളുടെ ലിസ്റ്റിൽ എടുത്തു പറയേണ്ട ക്ഷേത്രങ്ങൾ തന്നെയാണ്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരം നാം എടുത്തൊന്ന് പരിശോധിക്കണം. ആ ക്ഷേത്ര പരിസരത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരികൾ, ആ ക്ഷേത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, 80% വ്യാപാര സ്ഥാപനങ്ങൾ മറ്റു മതവിശ്വാസികളാണ് നടത്തുന്നത് എന്നുള്ളത് ഒരു യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭവമല്ല. ആ വ്യാപാര സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ്റെ ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അവർ വാടകയ്ക്ക് എടുത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിൽഡിംഗ് നിർമ്മിച്ച് വ്യാപാരം നടത്തുന്നത് അവരുടെ ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് യാതൊരുവിധ നടപടികളും സ്വീകരിക്കുവാൻ സാധിക്കില്ല. പക്ഷേ അവിടെ യാതൊരുവിധ ലൈസൻസും യാതൊരുവിധ അനുവാദവുമില്ലാതെ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഫുട്പാത്തിൽ വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കയ്യേറ്റം നടത്തി അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ടാർപോളിൻ കെട്ടി വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ, എവിടെ നിന്നെത്തിയവരാണ് ഈ വ്യാപാരികൾ? ഈ വ്യാപാരികളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന ബംഗ്ലാദേശികളായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ റോഹിംഗ്യൻ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ ആളുകളൊക്കെയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ആ മേഖലയിൽ കയ്യേറ്റം നടത്തിക്കൊണ്ട് വ്യാപാരം നടത്തുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങളെല്ലാം മൗനം പാലിച്ചുകൊണ്ട്, ഇവിടുത്തെ പോലീസ് സംവിധാനം കണ്ണടച്ചുകൊണ്ട്, ഇത് കൃത്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ നടക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രവും ഏറ്റുമാനൂർ ക്ഷേത്രവും ഒന്നും വ്യത്യസ്തമല്ല എന്നുള്ളത് കൂടി നാം തിരിച്ചറിയണം. ഗുരുവായൂരിൽ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി ചില പരസ്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ കണ്ണൻ്റെ കാർട്ടൂൺ പോലുള്ള ചിത്രം വരച്ചുകൊണ്ട് ക്ഷേത്രഭക്ത അല്ലെങ്കിലും ഹിന്ദു വിശ്വാസി അല്ലെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്ത അല്ലെങ്കിലും ഇതെൻ്റെ വരുമാന മാർഗമാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ആ വരച്ചു എന്ന് അവകാശപ്പെടുന്ന ചിത്രത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കിടന്ന് കറങ്ങുന്ന ഒരു മതവിശ്വാസി, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഹാരസമർപ്പണം എന്നൊക്കെ പറഞ്ഞെത്തുന്ന അന്യമത വിശ്വാസികൾ. നമുക്കറിയാം, അർബൻ നക്സലേറ്റുകൾ ശബരിമലയിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മല കയറാൻ നടത്തിയ പരിശ്രമവും അതിനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തിയ ഹിന്ദുവിൻ്റെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടവും ഒക്കെ നമുക്ക് അറിവുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ തന്ത്രപരമായിട്ട് ഗുരുവായൂർ ക്ഷേത്രനടയിലും അന്യമതവിശ്വാസികളായിട്ടുള്ള അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നിരിക്കെ അന്യമതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ചിത്രം വരെയെന്നും മാലസമർപ്പണമെന്നുമൊക്കെ പറഞ്ഞ് ബുദ്ധിപൂർവം ക്ഷേത്രത്തിൻ്റെ തിരുനടവരെ കടന്നെത്തുവാനും അതൊരു മതേതര സങ്കേതമായിട്ട് അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഗുരുവായൂർ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രം എന്നൊക്കെ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇത് പ്രതിരോധിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ധാർമ്മികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പ്രതിരോധിക്കുകയും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഹൈന്ദവ സംഘടനയുടെ ആവശ്യമാണ് എന്നിരിക്കെ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തും രാഷ്ട്രീയ ബജറംഗദളും വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അന്യമതവിശ്വാസികളായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ഹൈന്ദവ ക്ഷേത്രത്തിലേക്ക് ദയവ് ചെയ്ത് കടന്നു വരരുത്. ഹൈന്ദവ ക്ഷേത്രമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരുനടയായിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിൽ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിച്ച് മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ അന്യമത വിശ്വാസികളെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമാജം സജ്ജമാകേണ്ടി വരും. ആ സാഹചര്യത്തിലേക്ക് ഹിന്ദു സമാജത്തെ കൊണ്ടെത്തിക്കരുത് എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനോട്
അതിനോടൊപ്പം ക്ഷേത്രത്തെ പരിപാലിക്കുന്ന ദേവസ്വം ബോർഡിനോട് പറയുവാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടും അതിനെ കണ്ണടച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെയും ക്ഷേത്ര ആചാരങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളെ വലിച്ച് താഴെ ഇറക്കി ക്ഷേത്രത്തെ മോചിപ്പിച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം സംജാതമാകും. എങ്ങനെയാണോ ശബരിമല പ്രക്ഷോഭത്തെ നിങ്ങൾ നോക്കിക്കണ്ടത്, അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഹൈന്ദവ പ്രക്ഷോഭം ഈ കേരളത്തിൽ സംജാതമാകും. അതിനുള്ള സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ യുവതികളെ കയറ്റും എന്ന് പറഞ്ഞ ഇരട്ടച്ചങ്കനായിട്ടുള്ള പിണറായി വിജയന് അവസാനം പിണറായി വിജയന്റെ തന്നെ പോലീസിനെ വെച്ചുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പരിശോധിച്ച്, ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ച്, സ്ത്രീകളുടെ പ്രായം എത്രയാണ് എന്ന് പരിശോധിച്ച് മടക്കി അയക്കേണ്ട സാഹചര്യത്തിലേക്ക് ഹൈന്ദവ പ്രക്ഷോഭം കൊണ്ടെത്തി എങ്കിൽ അതിന്റെ കാരണക്കാർ അന്ന് ദേവസ്വം ബോർഡും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മന്ത്രിസഭയുമായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് ഇനിയും ഹിന്ദു സമൂഹത്തെ വലിച്ചിഴക്കരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ക്ഷേത്രവിശ്വാസം നിലനിൽക്കുക തന്നെ ചെയ്യും.